നമസ്കാരം. ചൈനയെ തൂത്തെറിയാൻ, പാകിസ്ഥാനെ ചാരമാക്കാൻ ഇന്ത്യ സുപ്രധാനമായ നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. അതെ, ചൈനയെ നേരിടാനും പാകിസ്ഥാനെ നിലംപരിശാക്കാനും റഷ്യൻ ആയുധങ്ങളിലുള്ള ആശ്രയത്വം കുറയ്ക്കാനും സൈന്യത്തെ ആധുനികവൽക്കരിക്കാനുള്ള നടപടികളും ഇന്ത്യ സ്വീകരിക്കുകയാണ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യ ഒരു ആഗോള നേതാവായി മാറുന്നു എന്ന് നിരീക്ഷിച്ച US പ്രതിരോധ വകുപ്പിലെ ഉന്നത രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ ഇന്ത്യയുടെ പുതിയ നീക്കങ്ങളെ കാര്യമായി വിശകലനം ചെയ്യുന്നുണ്ട്. ചൈനയുമായി മത്സരിക്കാനും റഷ്യയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സൈന്യത്തെ നവീകരിക്കാനും ഇന്ത്യ സ്വീകരിക്കുന്ന നീക്കങ്ങൾ ചെറുതല്ല. അത് വെറുതെയുമല്ല. G20 ആതിഥേയത്വം വഹിച്ചതിലൂടെ ഇന്ത്യ ഒരു ആഗോള നേതാവായി മാറുകയും ഇൻഡോ പസഫിക് മേഖലയിലുടനീളമുള്ള പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ പ്രവർത്തനത്തെ ചെറുക്കാനുള്ള കൂടുതൽ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് അമേരിക്കൻ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയുടെ കൃത്യമായ നിരീക്ഷണമാണ്. പരിശീലനത്തിലൂടെയും പ്രതിരോധ മികവിലൂടെയും ഇന്ത്യയുടെ തലം കൂടുതൽ ഉയരുകയാണ്. അതുപോലെ തന്നെ US, ഓസ്ട്രേലിയ, ഫ്രാൻസ്, ജപ്പാൻ എന്നിവയുമായുള്ള ആഴത്തിലുള്ള സഹകരണത്തിലൂടെയും ഫിലിപ്പീൻസ് പോലുള്ള പ്രാദേശിക ദക്ഷിണ ചൈന കടൽ അവകാശവാദികളുമായി ഇൻഡോ പസഫിക്കിൽ ഇന്ത്യക്ക് വിപുലമായ പങ്കാളിത്തമുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ്. ഇന്ത്യ ആഭ്യന്തരമായി നിർമ്മിക്കുന്ന വിമാനവാഹിനി കപ്പലിനായി നിരവധി പരീക്ഷണങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ പ്രധാന പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റം സംബന്ധിച്ച് നിരവധി പാശ്ചാത്യ രാജ്യങ്ങളുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നതും എടുത്തു പറയണം. ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ചൈനയെ നേരിടാൻ ലക്ഷ്യമിടുന്നു എന്നതാണ് മറ്റൊരു കാര്യം. 2020 ഗാൽവാൻ ഏറ്റുമുട്ടലിനെ തുടർന്ന് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വലിയ പിരിമുറുക്കത്തിലാണ്. 2023 ഒക്ടോബറിൽ കിഴക്കൻ ലഡാക്കിൽ അവശേഷിക്കുന്ന 2 സ്റ്റാൻഡ് ഓഫ് ലൊക്കേഷനുകളെ കുറിച്ചുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ചർച്ചകൾ പരാജയപ്പെട്ടത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ വലിയ രീതിയിൽ ഉലച്ചിരുന്നു. നിലവിൽ ഇന്ത്യയും ചൈനയും ഏകദേശം 50,000 മുതൽ 60,000 സൈനികരെ പ്രദേശത്ത് നിർത്തിയിട്ടുണ്ട്. അതിർത്തിക്കടുത്ത് അവരുടെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നത് തുടരുകയുമാണ്. റഷ്യ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ പങ്കാളിയായി തുടരുന്നുണ്ട്. പക്ഷേ റഷ്യൻ ആയുധങ്ങളുടെ ആശ്രയത്വം കുറയ്ക്കാൻ ഇന്ത്യ മികച്ച ശ്രമങ്ങളാണ് നടത്തിവരുന്നത്. റഷ്യയിൽ നിന്നുള്ള പ്രതിരോധ ഇറക്കുമതിയിൽ ചരിത്രപരമായ വെട്ടിക്കുറച്ചിലാണ് ഇന്ത്യ ഈ അടുത്ത് നടത്തിയത്. പാകിസ്ഥാനും ചൈനയുമായുള്ള സംഘർഷങ്ങൾക്കിടയിൽ റഷ്യൻ ആയുധങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയാണ് ഈ തന്ത്രപരമായ മാറ്റം ലക്ഷ്യമിടുന്നത് എന്നതാണ് ലഭ്യമാകുന്ന വിവരം. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കനുസരിച്ച് റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ആയുധ ഇറക്കുമതി 2009 മുതൽ 2013 കാലയളവിൽ 76% 2019-23 വെറും 36% കുറഞ്ഞിട്ടുണ്ട്. ഇത് പ്രതിരോധ സംഭരണ തന്ത്രത്തിൽ ഗണ്യമായ ഒരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യ എന്തുകൊണ്ട് ഈ ഇറക്കുമതി കുറയ്ക്കുന്നു എന്ന് ചോദിച്ചാൽ, തദ്ദേശീയ നിർമ്മിതികൾക്ക് ആത്മനിർഭർ ഭാരത് എന്ന സങ്കല്പത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നത് എടുത്തു പറയണം. അതുപോലെ തന്നെ ഇന്ത്യ വിതരണക്കാരിലെ ഒരു വൈവിധ്യവും ലക്ഷ്യം വെക്കുന്നുണ്ട്. ഫ്രാൻസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള വാങ്ങലുകളിൽ ശ്രദ്ധേയമായ വർധനവ് കാണുന്നുണ്ട്. അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനും ചൈനയുമായും സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് സംഭരണ തന്ത്രത്തിലെ ഈ മാറ്റം എന്നുള്ളത് എടുത്തു പറയണം. ചൈനയിൽ നിന്നുള്ള ആയുധ ഇറക്കുമതി പാകിസ്ഥാൻ കൂട്ടിയിട്ടുണ്ട്. അവരുടെ പ്രതിരോധ സഹകരണം ശക്തിപ്പെടുകയാണ്. അപ്പോൾ ഇതിന് ഒരു തക്ക പ്രതിവിധിയായി ഇന്ത്യ ആയുധ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുകയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് തദ്ദേശീയ സൈനിക വികസനത്തിൽ കൂടുതൽ നിക്ഷേപങ്ങൾ ചെയ്യുകയുമാണ്. അപ്പോൾ ഇന്ത്യയുടെ നീക്കങ്ങൾ ചടുലമാണ്. അവയ്ക്ക് പിന്നിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. ചൈനയെയും പാകിസ്ഥാനെയും നിലംപരിശാക്കുക എന്ന ലക്ഷ്യം ഇന്ത്യക്ക് മുന്നിൽ എക്കാലവുമുണ്ട്. കാരണം ഈ 2 രാജ്യങ്ങളും ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നത് അത്തരത്തിലാണ്. അകാരണമായി ഇന്ത്യയിലേക്ക് ഇരച്ചു കയറുകയും അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് പ്രകോപനങ്ങൾ നടത്താൻ വ്യഗ്രത കാട്ടുന്ന 2 രാജ്യങ്ങളാണ് പാകിസ്ഥാനും ചൈനയും. അപ്പോൾ അവരുടെ നീക്കങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കണമെങ്കിൽ, അവരുടെ നീക്കങ്ങളെ ശക്തമായി പ്രതിരോധിക്കണമെങ്കിൽ ഇന്ത്യ ഒരുപടി മുന്നിൽ തന്നെ നിൽക്കണം. നമ്മുടെ രാജ്യം അതിൽ ആ പാതയിൽ തന്നെയാണ്. പക്ഷേ ഓരോ ദിവസവും കൂടുതൽ പരിഷ്കാരങ്ങളും കൂടുതൽ വിപുലമായ നീക്കങ്ങളും ഇന്ത്യ നടത്തുകയാണ്. കാരണം ഇന്ത്യക്ക് മുന്നിലുള്ള ലക്ഷ്യം വളരെ വലുതാണ്. ശത്രുരാജ്യങ്ങളെ തോൽപ്പിക്കുക, ശക്തമായ പ്രതിരോധം തീർക്കുക എന്നൊരു അജണ്ട, എന്നൊരു ലക്ഷ്യം ഇന്ത്യക്ക് മുന്നിലുണ്ട്. അപ്പോൾ കൂടുതൽ മാറ്റങ്ങളിലൂടെ, പരിഷ്കാരങ്ങളിലൂടെ ഇന്ത്യ ആ പാത പിന്തുടരുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.